വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രത്തിൽ പെയിന്റ് അപ്ലിക്കേഷൻസ് നടത്തി കഴിഞ്ഞാൽ, പെയിന്റ് അപ്ലിക്കേഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പെയിന്റ് ബക്കറ്റ്, ഗ്രേഡിയന്റ് ടൂള്, ബ്രഷ് ടൂള് അതുപോലുള്ളവ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവയുടെ മറ്റു ഓപ്ഷനുകൾ പിന്നീട് സ്വീകരിക്കാവുന്നതല്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു ഗ്രേഡിയന്റ് ടൂൾ നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിന്റെ മോഡ് മാറ്റാനോ ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യാനോ സാധിക്കുന്നതല്ല. ഇവിടെ മോഡ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇഫക്റ്റും ഇല്ല. അതുപോലെ തന്നെ ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ഒരു ഇഫക്റ്റും നമുക്ക് ലഭിക്കുന്നതല്ല. എന്നാൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മോഡ് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു ടൂളാണ് എഡിറ്റ് മെനുവിൽ ഫെയ്ഡ് എന്ന് പറയുന്ന ടൂള്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫെയ്ഡ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് നിർവഹിക്കാവുന്നതാണ്. എഡിറ്റ് മെനുവിൽ നിന്നും ഫെയ്ഡ് എന്ന ടൂള് സെലക്ട് ചെയ്യുക. ഇവിടെ അവസാനമായി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പെയിന്റിംഗ് ടൂള് ഗ്രേഡിയന്റ് ആയതുകൊണ്ട് ഇവിടെ പെയിന്റ് ഗ്രേഡിയന്റ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇത് ബ്രഷ് ആണെങ്കിൽ ബ്രഷ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കിട്ടുന്ന ചെറിയ ഫെയ്ഡ് എന്ന ഡയലോഗ് ബോക്സിലൂടെ ഇതിന്റെ ഒപ്പാസിറ്റി ഇതിലൂടെ ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇപ്പോൾ ഒപ്പാസിറ്റി ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യമായ മോഡുകൾ നമുക്ക് പരിശോധിച്ചറിയാവുന്നതാണ്. സാധാരണഗതിയിൽ ഒരു മോഡിലാണ് നമുക്ക് ഒരു ചിത്രത്തിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ ഫെയ്ഡിലൂടെ നമുക്ക് മറ്റു മോഡുകളെ കൂടി ചിത്രത്തിലേക്ക് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിസൾട്ടുകൾ പരിശോധിച്ചറിയാനായിട്ട് സാധിക്കും. ഓരോ മോഡുകളും ചിത്രത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നറിയാനായിട്ട് ഈ ഫെയ്ഡ് എന്നുള്ള ഭാഗം ഉപയോഗിച്ച് ശീലിക്കാവുന്നതാണ്. വ്യത്യസ്ത മോഡുകൾ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റുകൾ പ്രിവ്യൂ ആയിട്ട് നമുക്ക് തന്നെ കാണാവുന്നതാണ്. സ്വീകരിക്കാനായിട്ട് കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക.